സെക്കൻഡ് ചാപ്റ്ററിലൂടെ പോവുകയാണ്. ഇവിടെ ഇന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എല്ലാവരും ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. There are 5 degrees of price elasticity of demand. Let us discuss one by one in detail with the help of diagrams. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില ഇലാസ്തികത. സിമ്പിൾ ആണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി? വെരി സെയിം ഇലാസ്തികത, റെസ്പോൺസീവ്നെസ്. ഓക്കെ, പ്രതിസ്പന്ദനാത്മകത എന്ന് പറയും മലയാളത്തിൽ. നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ടതില്ല. ഇലാസ്റ്റിസിറ്റി മീൻസ് ഇലാസ്തികത, അല്ലേ? യെസ്, ഇലാസ്തികത. ഇനി the concept of elasticity has been introduced in economics by Alfred Marshall. Okay, he explained this concept of elasticity in his famous work entitled Principles of Economics, published in the year 1890. Okay, അപ്പോൾ ആൽഫ്രഡ് മാർഷൽ 1890 പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, ധനശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥത്തിലാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ഇലാസ്റ്റിസിറ്റി എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി? വെരി സെയിം ഇലാസ്തികത. ഇവിടെ എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില ഇലാസ്തികത. ചോദനം എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിലയും ചോദനവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നമ്മൾ റഫായിട്ട് പഠിച്ചതിനാണ് വിലയും ചോദനവും തമ്മിൽ വിപരീതാത്മക ബന്ധം. There is inverse relationship between price and quantity demanded of a commodity. അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇലാസ്തികതയുടെ തോത്, ഡിഗ്രി അനുസരിച്ച് ഒരു വസ്തുവിന്റെ വിലയും ചോദനവും തമ്മിൽ നമ്മൾ 5 ഭാഗങ്ങളായി തിരിക്കണം. There are 5 degrees, 5 തീവ്രതകളുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്ന് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് ഇലാസ്തിക ചോദനം. എന്താണ്? വിലയിലുണ്ടാകുന്ന, അതായത് ചോദനത്തിലുണ്ടാകുന്ന മാറ്റം വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ അധികമാവുക. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയിൽ 10% കുറവ് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക, മാറ്റം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ വസ്തുവിന്റെ ഡിമാൻഡിൽ, ചോദനത്തിൽ 10ലധികം 20, 30, 40% വർധനമുണ്ടാവുക. എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞത്? If there is decremental change in fixed or certain percentage decremental change in the level of prices, there will be more than proportionate percentage in the level of quantity demanded. ഒരു വസ്തുവിന്റെ വിലയിൽ 10% കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ചോദനത്തിൽ 30% ചോദനത്തിൽ 30% വർധന ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? വില 10% കുറഞ്ഞു, പക്ഷേ ചോദനം 30% വർദ്ധിച്ചു. റെഡി അല്ലേ? എന്താണ് അതിന് പറയുക? ഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ the value of elasticity is equal to, elasticity is greater than 1. എന്താണ്? ഇലാസ്തികത ഒന്നിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വസ്തുവിന്റെ ചോദനത്തിൽ കൂടുതൽ വർധന ഉണ്ടാവുക. ഏതിനേക്കാൾ? വിലയിലുണ്ടായ കുറവിനേക്കാൾ. യെസ്, ഇത് നമുക്കൊരു ഡയഗ്രമാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ എക്സ് അക്ഷത്തിൽ എപ്പോഴും ചോദനവും ഒരു വസ്തുവിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നതിൽ നമ്മൾ ഇവിടെ എക്സിൽ എന്ത് രേഖപ്പെടുത്തും? ചോദനം, ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡഡ്. ഓക്കെ, ചോദനം, ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡഡ്, എക്സ് ആക്സിസ്, ആൻഡ് വൈ ആക്സിസ് റെപ്രസെന്റ്സ് പ്രൈസ്. ഓക്കെ, ആൻഡ് അവർ പോയിന്റ് ഹിയർ ഈസ്, എന്താണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്?
ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ആ വസ്തുവിന്റെ അളവിൽ ചോദനത്തിൽ ഉണ്ടാവണം. എന്താണ്? ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ശതമാനം ആ വസ്തുവിന്റെ ചോദനത്തിൽ കാണിക്കണം. റെഡി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡിമാൻഡ് കർവ്, ചോദന വക്രം എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇവിടെ ഈ ചോദന വക്രം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് വരക്കണം. ഓക്കെ അല്ലേ? കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ചോദന വക്രം വരക്കുക. ഇതാണ് ഈ രീതിയിൽ ചോദന വക്രം വരച്ച് DD എന്ന് പേര് കൊടുക്കുക. അപ്പൊ എന്താണ്? ഡിമാൻഡ് കർവ് ചോദന വക്രമാണിത്. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം. ഒന്ന്, P1 Q1 എന്താണ്? At P1 prices, see, the consumer demands only OQ1 quantity of the commodity. അപ്പോൾ P1 എന്നത് ഈ ഡയഗ്രത്തിൽ ഉയർന്ന വിലയാണ്. ഈ P1 വിലയ്ക്ക് ഉപഭോക്താവ് OQ1 ഇത്ര അളവ് സാധനം മാത്രമേ ചോദനം ചെയ്യുന്നുള്ളൂ, അഥവാ ഇത്രയും സാധനം മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇനി നമ്മുടെ പോയിന്റ്, വില P1 ൽ നിന്ന് PI കുറയുകയാണെന്ന് വിചാരിക്കുക. PI കുറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര അളവ് സാധനം വാങ്ങുമെന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ Q സാധനത്തിന്റെ അളവ് ഇവിടെ P1 P എന്ന ഡിസ്റ്റൻസിനേക്കാൾ വളരെ അധികമാണ് Q1 Q എന്ന ഡിസ്റ്റൻസ്. എന്താ അർത്ഥം? വിലയിലുണ്ടായ കുറവിനേക്കാൾ എത്രയോ അളവ് അധികം സാധനം വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചോദന വക്രം ഫ്ലാറ്റായി കുറച്ച് എന്താണ് ചെരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? If a commodity is facing elastic demand, see, large quantity of that commodity will be demanded, then see the changes in the level of prices. That is the point. See, the percentage change in demand is greater than the percentage change in price. സാധനത്തിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ സാധനത്തിന്റെ ചോദനത്തിൽ ശതമാന മാറ്റം ഉണ്ടാവണം, അഥവാ വർധന ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ചുരുക്കത്തിൽ എന്ത് പറയുന്നു? P1 P ഈ ഡിസ്റ്റൻസിനേക്കാൾ ഒരുപാട് അധികം ഉണ്ടാവണം. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം. P1 P എന്ന ഡിസ്റ്റൻസിനേക്കാൾ എന്താണ്? Q1 Q ഡിസ്റ്റൻസ് ഇല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ വിലയിൽ ഇത്ര കുറവുണ്ടായപ്പോ വാങ്ങിയ വസ്തുവിന്റെ അളവിൽ ഇത്രയധികം വർധന ഉണ്ടായി. ഓക്കെ, അതുകൊണ്ട് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈക്വൽ ടു 1 അത് നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ there are 5 degrees of elasticity of price, 5 degrees of price elasticity of demand. ഏതൊക്കെയാണത്? വില ഇലാസ്തികത 5 തരത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു, എന്താണ്? പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് നമ്മൾ കണ്ടു. ഇലാസ്റ്റിക് ഡിമാൻഡ് അർത്ഥം എന്താണ്? വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ചോദനത്തിൽ ശതമാന മാറ്റം ഉണ്ടാവുക. വില 10 രൂപ കുറഞ്ഞാൽ വാങ്ങിയ വസ്തുവിന്റെ അളവ് 30 വർദ്ധിക്കണം. 10 വർദ്ധിച്ചാൽ പോരാ, 30 വർദ്ധിക്കണം. അതിനെന്താ പറയുക? ഇലാസ്റ്റിക്. നമ്മുടെ ഷോർട്ട് ഫോമിൽ എന്ത് എഴുതി? ഇലാസ്തികത എന്നതിന്റെ ഷോർട്ടാണ് സ്മോൾ ലെറ്റർ E. ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇനി അടുത്തത് നമ്പർ 2, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വെരി സിമ്പിൾ. വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റവും ചോദനത്തിലുണ്ടാകുന്ന ശതമാന മാറ്റവും ഒരുപോലെ. ഒരു വസ്തുവിന്റെ വിലയിൽ 10% കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ചോദനത്തിൽ 10% വർധന ഉണ്ടാകും. വിലയിലും ചോദനത്തിലും ഒരേ മാറ്റം. അതായത് ഒരു വസ്തുവിന്റെ വില 10% കുറഞ്ഞാൽ ആ വസ്തുവിന്റെ ചോദനം 10% മാത്രം വർദ്ധിക്കുക. നേരത്തെ പഠിച്ച എന്താണ്? വിലയിൽ 10% കുറഞ്ഞപ്പോൾ നേരത്തെ 30% എന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് വർദ്ധിച്ചത്. ഇത് അങ്ങനെയല്ല. അപ്പോൾ എങ്ങനെയാണ്? വിലയിലുണ്ടാവുന്ന ശതമാന മാറ്റവും ചോദനത്തിലുണ്ടാവുന്ന ശതമാന മാറ്റവും ഒരുപോലെ. അതുകൊണ്ട് നമ്മളോട് എന്ത് പറയും? ഇതിന് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. എന്താണ്? ഇലാസ്തികത തുല്യമാണെന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിലുണ്ടാവുന്ന കുറവിന് കൃത്യമാനുപാതികമായി ചോദനത്തിൽ വർധന ഉണ്ടായിരിക്കുകയാണ്.
വിലയിലെ ശതമാന മാറ്റവും ചോദനത്തിലെ ശതമാന മാറ്റവും ഒരുപോലെ. 10% വില കുറഞ്ഞു, 10% ചോദനം വർദ്ധിച്ചു. ഓക്കെ, അത് നമുക്കൊരു ഡയഗ്രാമാക്കി മാറ്റണം. എങ്ങനെയാണെന്ന് നോക്കുക. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഏകാത്മക ഇലാസ്തിക ചോദനം. ആദ്യത്തെ നമ്മൾ പഠിച്ചു ഇലാസ്തിക ചോദനം, രണ്ടാമത്തെ എന്താണ്? ഏകാത്മക ഇലാസ്തിക ചോദനം, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ആ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കുക. എക്സ് ഒ വൈ. എന്താണ് എക്സിൽ മെഷർ ചെയ്യുക? ക്വാണ്ടിറ്റി, വസ്തുവിന്റെ ചോദനമാണ്, അളവാണ്, ക്വാണ്ടിറ്റി. ഇവിടെ എന്താണ്? സാധാരണ പോലെ തന്നെ പ്രൈസ്. ഏകാത്മക ഇലാസ്തിക ചോദനമാണ്. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? പ്രൈസ് P1ഉം Q1ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒരുപോലെയല്ല. P1 ഉള്ള ഡിഫറൻസിനേക്കാൾ വളരെ അധികമായിരുന്നു Q1. റെഡിയല്ലേ? ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴെങ്ങനെയാണ് നോക്കുക. യെസ്, ഇതാണ് ചോദന വക്രം, ഡിമാൻഡ് കർവ്. ഓക്കെ, നമ്മൾ നോക്കാം. സാധനത്തിന്റെ വില P1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? ഉപഭോക്താവ് Q1 സാധനം ചോദനം ചെയ്തു. എന്താണ്? If the price of the commodity, say good X, is equal to OP1, see, the consumer purchases OQ1 quantity of the commodity. Ready? This is the initial stage. Supposing if the price of that commodity decreases by 10%, see, if it is so, the quantity of that commodity will be increased to again or increased by 10% itself. 10 രൂപ ആ വസ്തുവിന്റെ വിലയിൽ 10% കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ക്വാണ്ടിറ്റി ചോദനത്തിലും 10% മാത്രമേ വർധന ഉണ്ടാവുകയുള്ളൂ. നേരത്തെ 10% കുറഞ്ഞപ്പോൾ 30-40% വർദ്ധിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയല്ല, 10 കുറഞ്ഞപ്പോൾ 10 തന്നെ ഇവിടെ കൂടുക. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ P1 എന്നുള്ളത് OP ആയി കുറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപഭോക്താവ് OQ അളവ് സാധനമാകുന്നു. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ P1 എന്നുള്ള ഈ ഡിസ്റ്റൻസും Q1 എന്നുള്ള ഈ ഡിസ്റ്റൻസും ഒരുപോലെ ആയിരിക്കണം. എന്താണ്? നേരത്തെ ഇതുപോലെയല്ല. P1 P എന്ന ഡിസ്റ്റൻസും Q1 Q എന്ന ഡിസ്റ്റൻസും ഇവിടെ എന്താണ്? ഒരുപോലെ ആയിരിക്കണം. റെഡി? അതുകൊണ്ട് നമ്മൾ പറയും ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ഇതിന്റെ പേരെന്താണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഏകാത്മക ഇലാസ്തിക ചോദനം. എന്താ അർത്ഥം? ഒരു വസ്തുവിന്റെ വിലയിലുള്ള ശതമാന മാറ്റവും ആ വസ്തുവിന്റെ ചോദനത്തിലുള്ള ശതമാന മാറ്റവും ഒരേപോലെ ഉണ്ടാവുക. 10% വില കുറഞ്ഞാൽ 10% മാത്രം ചോദനം വർദ്ധിക്കണം, ഡിമാൻഡ് വർദ്ധിക്കണം, അതിലപ്പുറം പാടില്ല. അപ്പൊ അങ്ങനെയുള്ള എന്ത് പറയുന്നു? ഏകാത്മക ഇലാസ്തിക ചോദനം അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ എന്താണ്? ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി, നമ്മളതിന്റെ ആ ഇലാസ്തികതയുടെ കേവല മൂല്യം എത്രയാണെന്ന് പറയുക? 1 അല്ലേ? ഇവിടെയും 10% കുറഞ്ഞു. ഇവിടെ വില 10% കുറഞ്ഞപ്പോ അളവ്, വാങ്ങിയ വസ്തുവിന്റെ അളവ് 10% കൂടി. നേരത്തെ അങ്ങനെയായിരുന്നില്ല. വില 10% കുറഞ്ഞപ്പോഴോ ഇവിടെ 30% വാങ്ങിയ വസ്തുവിന്റെ അളവിൽ വർധന ഉണ്ടായത്. അതുകൊണ്ട് നേരത്തെ P1 P എന്ന ഡിസ്റ്റൻസ് Q1 Q എന്ന ഡിസ്റ്റൻസും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. P1 P-നേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു Q1 Q. കണ്ടില്ലേ? ഓക്കെ, ഇതിനെന്ത് പറഞ്ഞു? E is equal to 1. Elasticity is equal to 1. ഏകാത്മക ഇലാസ്തിക ചോദനം അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. Again, see, number 3, inelastic demands. Inelastic demands. See, ഇലാസ്തികമല്ലാത്ത ചോദനം. Here E is less than 1. ഇലാസ്തികമല്ലാത്ത ചോദനം. ആദ്യം പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആദ്യം എന്താ പഠിച്ചത്? ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാവുന്ന ശതമാന മാറ്റവും ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ചോദനത്തിൽ ശതമാന മാറ്റം ഉണ്ടാവണം അല്ലെ? വില 10% കുറഞ്ഞാൽ അതിന്റെ ആ വസ്തുവിന്റെ ചോദനം 20-30% വർദ്ധിക്കണം. അതല്ലേ ആദ്യം പറഞ്ഞത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ. ഒരു വസ്തുവിന്റെ വിലയിൽ 10% മാറ്റമുണ്ടായാൽ ആ വസ്തുവിന്റെ ചോദനത്തിൽ 10-ൽ താഴെ ശതമാനം മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അത് എങ്ങനെയാണ് ഒരു ഡയഗ്രത്തിൽ വരയ്ക്കാൻ നോക്കാം. നമ്മൾ ആദ്യം വരച്ച ഡയഗ്രത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരക്കണം. ഓക്കെ, പ്രൈസ്, ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ സാധാരണ പോലെ തന്നെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഡയഗ്രം ഏത് വരക്കുമ്പോഴും എക്സ് അക്ഷത്തിൽ
ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചോദനം, y അക്ഷത്തിൽ പ്രൈസ്. ഇങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. അത് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് പതിയണം. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ആദ്യം വരച്ചു, അതിനുശേഷം മോഡറേറ്റ് ആയിട്ട് വരച്ചു. ഇപ്പോഴെന്ത് വേണം? സ്റ്റീപ്പ് ആയിട്ട് വരക്കണം. റെഡി? ഇങ്ങനെ ഏതാണ് ചോദന വക്രത്തിന്റെ ഷേപ്പ്? ഇങ്ങനെയായിരിക്കും, ഡി ഡി. അപ്പൊ നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ P1 Q1 എന്താണ്? If the commodity, see, if the price is OP1, only OQ1 quantity of the commodity will be demanded by the consumer. അപ്പോൾ ഉയർന്ന വിലയാണ് OP1, ഈ വിലയ്ക്ക് OQ1 സാധനം മാത്രമേ ഉപഭോക്താവ് ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, ചോദനം ചെയ്യുന്നുള്ളൂ. ഇനി വില OP ആയിട്ട് കുറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴോ OQ ആയിട്ട് മാത്രമേ ക്വാണ്ടിറ്റി ഡിമാൻഡ് പറഞ്ഞു. വില P1 സി ഇത്ര വില കുറഞ്ഞാൽ P1 ഇത്രയും P1 ൽ നിന്ന് P ആയി ഇത്രയും വില കുറഞ്ഞാൽ എന്താണ്? ചോദന വർദ്ധിക്കുന്നത് എത്ര മാത്രമാണ്? അല്പം മാത്രമാണ്. Q1 Q ഇത്ര മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. ഇത് ഏതാണ്? ഈ ഡിസ്റ്റൻസ് ഏതാണ് കൂടുതൽ? P1 P അല്ലേ കൂടുതൽ? Q1 Q കുറവല്ലേ? എന്താ അർത്ഥം? വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ വളരെ കുറച്ച് മാത്രമേ ചോദനത്തിൽ ശതമാന മാറ്റം ഉണ്ടാകുന്നുള്ളൂ. ഒരു വസ്തുവിന്റെ വിലയിൽ വളരെ കൂടുതൽ, ഒരു വസ്തുവിന്റെ വില കണ്ടമാനം കുറഞ്ഞാൽ എന്താണ്? വാങ്ങുന്ന വസ്തുവിന്റെ അളവ് വളരെ കുറച്ച് മാത്രമേ കൂടുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെന്ത് പറയുന്നു? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സി E is less than 1. എന്താണ്? E is less than 1. അപ്പോൾ നമ്മളുടെ 3 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു കഴിഞ്ഞു. 1 ഇലാസ്റ്റിക് ഡിമാൻഡ്, 2 യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, 3 ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്തിക ചോദനം, ഏകാത്മക ഇലാസ്തിക ചോദനം, ഇലാസ്തികമല്ലാത്ത ചോദനം. ഇനി 2 എണ്ണം കൂടിയുണ്ട്, അത് നോക്കാം. perfectly elastic demand. Perfectly elastic demand. Ready? See here, elasticity is equal to infinity. ഇവിടെ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയിൽ അല്പം കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു വളരെ അധികം വാങ്ങുക, അതിന് കണക്കൊന്നുമില്ല, വളരെ കൂടുതൽ. എന്താണ് അർത്ഥം? എന്താ മനസ്സിലാക്കുക? If a commodity is facing perfectly elastic demand, a slight decremental change in its price will lead to a large incremental change in its quantity demanded. It means the quantity demanded will be equal to infinity, or infinite quantity of that commodity will be demanded if there is a small or slight decremental change in its price. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയിൽ നേരിയ കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു വളരെ കൂടുതൽ ചോദനം ചെയ്യുക, വളരെ കൂടുതൽ വാങ്ങുക. അങ്ങനെയുള്ള ചോദനത്തിന് എന്ത് പറയുന്നു? പൂർണ്ണ ഇലാസ്തിക ചോദനം. എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇലാസ്തികതയുടെ കേവല മൂല്യം എത്രയാണ്? ഇൻഫിനിറ്റി. ആ ഡയഗ്രാം നമുക്ക് കണ്ടു നോക്കാം. എക്സ് ഓ വൈ എന്താണ്? എക്സ് എന്താണ് എഴുതേണ്ടത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലേ? ചോദനം, അളവാണ്. വൈയിലാണെങ്കിലോ പ്രൈസ്. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു. സി, if a commodity is facing perfectly elastic demand, ഏതെങ്കിലും ഒരു വസ്തു പൂർണ്ണ ഇലാസ്തികത അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ വിലയിൽ വളരെ നേരിയ കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു വളരെയധികം ഉപഭോക്താക്കൾ ചോദനം ചെയ്യും, വാങ്ങും എന്നാണ് നമ്മുടെ ആശയം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ എന്താണ്? ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി നമ്മൾ കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിമാൻഡ് കർവ് നേരത്തെ ആദ്യം വരച്ച പോലെയല്ല. ആദ്യം ഡിമാൻഡ് കർവ് ഫ്ലാറ്റായി വരച്ചു, അതിനുശേഷം എന്താണ് മോഡറേറ്റ് ആയിട്ട് വരച്ചു, അതിനുശേഷം കമ്പാരിറ്റീവ്ലി സ്റ്റീപ്പ് ആയിട്ട് വരച്ചു. ഇവിടെ ഡിമാൻഡ് കർവ് ഷുഡ് ബി ഡ്രോൺ സി ക്വൈറ്റ് ഹൊറിസോണ്ടലി അലോങ് ദ OX ആക്സിസ്. എക്സ് അക്ഷത്തിന് തികച്ചും സമാന്തരമായ ഒരു ചോദന വക്രമാണ് നമുക്കിവിടെ വരക്കേണ്ടത്. നോക്കൂ, എക്സ് അക്ഷത്തിന് തികച്ചും സമാന്തരമായ ഒരു മറ്റൊരു ചോദന വക്രം വരച്ച് നമ്മൾ അതിന് PD എന്ന് പേര് കൊടുത്തു. ഇവിടെ P എന്നത് എഴുതിയതിനാണ്? എക്സ് അക്ഷത്തിൽ പ്രൈസ് അല്ലേ രേഖപ്പെടുത്തുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ P എന്ന് രേഖപ്പെടുത്തി. ഞാനിവിടെ പറഞ്ഞു വിലയിൽ നേരിയ കുറവേ ഉണ്ടാവുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് വേറെ കാണിക്കാനില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു വിലയിൽ നേരിയ കുറവേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്?
ഇവിടെ OP1 എന്ന വിലയിൽ OQ1 വാങ്ങും. നേരിയ കുറവ്, അത് നമുക്ക് വേറെ സ്പെസിഫിക് ചെയ്യാനില്ല. അപ്പോൾ എന്താണ്, നേരിയ കുറവുണ്ടായപ്പോൾ എന്താണ് OQ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വളരെയധികം, അതിന് എണ്ണമറ്റത്. അതിന്റെ നൊട്ടേഷൻ എങ്ങനെയാണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ദ ഇൻഫിനിറ്റി. എന്താണ്? ഇൻഫിനിറ്റി. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ ചിഹ്നം ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. എണ്ണമറ്റത്, വളരെ കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇൻഫിനിറ്റി. അത് നമ്മൾ പഠിക്കും. റെഡി? അപ്പൊ ഇതെന്താണ്? നാലാമത്തെ കാര്യമാണ്. എന്താ ഇത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. സമ്പൂർണ്ണ പൂർണ്ണ ഇലാസ്തിക ചോദനം. എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു വസ്തു പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന അവസ്ഥ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ വിലയിൽ വളരെ കുറച്ച് കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു വളരെ കൂടുതൽ ഉപഭോക്താക്കൾ വാങ്ങും. ഇത്രയും അർത്ഥമുള്ളൂ. എങ്ങനെയാണ് നമ്മളത് പഠിച്ചത്? ഇഫ് എ കമ്മോഡിറ്റി ഈസ് ഫേസിംഗ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, എ സ്ലൈറ്റ് ഡിക്രിമെന്റൽ ചേഞ്ച് in its price will lead to a large or infinite quantity of that commodity will be demanded. Okay, if it is so, the value of elasticity is equal to infinity. E is equal to infinity. See, in such cases the demand curve has been drawn quite horizontally along the OX axis. Okay, it means whatever may be the level, or if there is a slight decremental change in its price will lead to a large incremental change in its quantity demand. Ready? That was the last point is perfectly inelastic demand. അഞ്ചാമത്തേത് fifth point, perfectly inelastic demand. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. യെസ്, മനസ്സിലാക്കുക. പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇലാസ്തികമേ അല്ല, ഇലാസ്തികതയേ ഇല്ല. എന്താണ്? മാറ്റമേ ഇല്ല. അതായത് ഒരു വസ്തുവിന്റെ വിലയിൽ എത്രമാത്രം വർധന ഉണ്ടായി കഴിഞ്ഞാലും ആ വസ്തു ആദ്യം വാങ്ങിയ അതേ അളവിൽ തന്നെ വീണ്ടും ഉപഭോക്താവ് വാങ്ങും എന്നർത്ഥം. എന്താണ്? If a commodity is facing perfectly inelastic demand, the same quantity will be demanded whatever may be the level of prices. Okay, but without considering the variations in the level of prices, fixed quantity of that commodity will be bought, will be purchased, no doubt. In such cases, elasticity is equal to 0. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ, ഇലാസ്തികത 0 ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ചോദനത്തിൽ ഒരു മാറ്റവുമില്ല. ആദ്യം 10 ഇവിടെ നമുക്ക് see that concept also has been explained with the help of with the help of this diagram, right? See, x-axis measures quantity of the commodity, in other words ചോദനം. Y-axis price, vila. Okay, our point here is perfectly inelastic demand. In this case we have to draw a vertical straight line along the OY axis as the demand curve. അപ്പോൾ ഇവിടെ ചോദന വക്രം എന്ന് പറഞ്ഞാൽ y അക്ഷത്തിന് സമാന്തരമായി വരക്കുന്ന ഒരു ലംബരേഖയാണ്. ഇത് d എന്ന് കൊടുക്കണം നമ്മൾ. ഇത് d എന്ന് ഇവിടെ കൊടുക്കും, ഇവിടെ നമ്മൾ q എന്ന് കൊടുക്കും. നേരത്തെ ഇവിടെ p യും അവിടെ നമ്മൾ d കൊടുത്തു. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ d എന്ന് കൊടുക്കും, ഇതിന് ഇവിടെ നമ്മൾ q എന്ന് കൊടുക്കും. യെസ്, എന്താണ് ഉദ്ദേശിക്കുക? See, supposing the initial price of this particular commodity is equal to OP1 അല്ലേ? OP1 ആണ്, ഇത്രയുമാണ് ആദ്യം ഈ വസ്തുവിന്റെ വില. അപ്പോൾ എന്താണ്? ഉപഭോക്താവ് ഈ വസ്തു OQ1 ഇത്ര അളവ് വസ്തു വാങ്ങുന്നു. ഓക്കെ, ഇനി ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഈ വസ്തുവിന്റെ വില ഇത്രയായിട്ട് ഇത്രയും വർദ്ധിച്ചു അല്ലേ? അപ്പോഴും എന്താണ്? സെയിം ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി will be bought, will be demanded.
അപ്പൊ ഇവിടെ ഇലാസ്തികത ഉണ്ടോ? ചോദനത്തിൽ മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ. ചോദനത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിനാണല്ലോ നമ്മൾ ഇലാസ്തികത എന്ന് പറയുക. അതുകൊണ്ട് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഉണ്ടായിട്ടില്ല, മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് E is equal to infinity സീറോ എന്ന് നമ്മൾ എഴുതി. എന്തിനാണ് ഇങ്ങനെ സീറോ എന്ന് എഴുതിയത്? ഞാൻ പറഞ്ഞു, if a commodity is facing perfectly inelastic demand, the fixed quantity of the commodity will be demanded without considering the level of prices or changes in the level of prices. സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് പരിഗണിക്കാതെ ആദ്യം വാങ്ങിയ അതേ അളവിൽ തന്നെ വീണ്ടും അതേ വില വർധനവിന് ശേഷവും ആ വസ്തു വാങ്ങുന്നുവെങ്കിൽ അത്തരം വസ്തുക്കൾക്ക് എന്താണ്? ഇലാസ്തികത ഇല്ല, ഇല്ലേ? ഇലാസ്റ്റിസിറ്റി ഇല്ല. അതിന് ഇലാസ്റ്റിസിറ്റി ഇല്ല എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. E is equal to 0. Okay. അപ്പോൾ these are the 5 degrees of elasticity. These are the 5 degrees of price elasticity of demand. എന്താണ്? ഒരു വസ്തുവിന്റെ വില ഇലാസ്തികത, അല്ലേ? ഇലാസ്തിക ചോദനം 5 രീതിയിൽ നമ്മൾ പഠിച്ചു. ഒന്ന് എന്താണ്? ഇലാസ്റ്റിക് ഡിമാൻഡ്. 2 യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. 3 ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. 4 പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. 5 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ഒന്നാമത്തെ കേസ് ഞാൻ നമ്മൾ ജസ്റ്റ് പറയുന്നു. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ എന്താണ് അർത്ഥം? ഇലാസ്തികത, ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതൽ സാധനത്തിന്റെ ചോദനത്തിൽ മാറ്റം ഉണ്ടാകുന്നു. സാധനത്തിന്റെ വില 10% കുറഞ്ഞത് എങ്കിൽ സാധനത്തിന്റെ ചോദനം 30-40% വർദ്ധിക്കുക. റെഡി? അതിന് നമ്മൾ ഇങ്ങനെ കൊടുത്തു. രണ്ടാമതായിരുന്നു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. റെഡി? എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. എന്താ പറഞ്ഞത്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വില 10% കുറഞ്ഞാൽ ആ വസ്തുവിന്റെ അളവ് 10% വർദ്ധിക്കും. ഉപഭോക്താക്കൾ വാങ്ങുന്ന അളവ് 10% വർദ്ധിക്കും. അതിന് നമ്മൾ എന്ത് പറഞ്ഞു? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അവിടെ ഇലാസ്തികതയുടെ കേവല മൂല്യം എന്താണ്? 1 ആണ്. അപ്പോൾ E is equal to 1 എന്ന് എഴുതി. ഇനിയോ മൂന്നാമത് എന്താ പറഞ്ഞത്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. E is less than 1. എന്താ അർത്ഥം? ഒരു വസ്തുവിന്റെ വിലയിൽ 10% മാറ്റം ഉണ്ടായാൽ, കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു 10% അധികം വാങ്ങുകയില്ല, മറിച്ച് 5-6% മാത്രമേ അധികം വാങ്ങുകയുള്ളൂ. റെഡി? വിലയിലുണ്ടാവുന്ന മാറ്റത്തിന് ആനുപാതികമായ മാറ്റം ചോദനത്തിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 എന്ന് എഴുതി. ഇനി 4 ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്താണ്? ഏതെങ്കിലും ഒരു വസ്തു പൂർണ്ണ ഇലാസ്തിക ചോദനത്തെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വസ്തുവിന്റെ വിലയിൽ നേരിയ ആ വസ്തുവിന്റെ വിലയിൽ നേരിയ കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു ഇൻഫിനിറ്റ്, വളരെയധികം, ധാരാളം വാങ്ങും. റെഡി അല്ലേ? ഇനി അഞ്ചാമത്തെ എന്താ പറഞ്ഞത്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. എന്താണ്? ഒരു വസ്തുവിന്റെ വിലയിൽ എത്ര വർധന ഉണ്ടായി കഴിഞ്ഞാലും എന്താണ്? ആദ്യം വാങ്ങി അതേ അളവ് തന്നെ ഉപഭോക്താക്കൾ വാങ്ങുന്നു. വില വർദ്ധിക്കുമ്പോൾ സാധാരണ ചോദന കുറയണ്ടേ? ഇവിടെ ഇലാസ്തികത ഇല്ല, ഇലാസ്റ്റിസിറ്റി ഇല്ല, മാറ്റമേ ഇല്ല. എത്രയാണോ വില, ആദ്യം എത്ര വാങ്ങി? 10 യൂണിറ്റ് വാങ്ങിയോ? അപ്പോൾ ഒരു യൂണിറ്റിന് 20 രൂപയാണോ? അതിന്റെ വില 50-60 വർദ്ധിച്ചാലും ആദ്യം വാങ്ങി അതേ അളവ് തന്നെ ഉപഭോക്താക്കൾ വാങ്ങുന്നു. ഓക്കെ? യെസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ ഈ വീഡിയോ കാണണം. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടെ ഇത് പഠിക്കണം. ഇത് നമ്മൾക്ക് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ.